രണ്ടാമത്തെ ദിവസം ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. കുറച്ച് ലിപ് ബാം തേച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് തണുപ്പ് കാരണം ഫുൾ പൊട്ടി പൊട്ടി വരികയാണ്. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. സ്റ്റേറി ബ്രഹ്മൻ ആംബോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഓൾമോസ്റ്റ് സിറ്റി സെൻറ്ററിൻ്റെ അടുക്ക് തന്നെയായിട്ടാണ് വരുന്നത്. നമുക്ക് ഇതിലേക്കാണ് പോകേണ്ടത്. ഇപ്പോഴും നല്ല തണുപ്പാണ് ഇവിടെ. മൊത്തം സെൽഫ് ചെക്ക് ഇൻ സെൽഫ് ചെക്കൗട്ടാണ്. വാതിൽ തുറക്കാം, നമുക്ക് പോകാം. അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ വൈകിട്ട് കാണിച്ചു തരാം. ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. ഒരു തരം മൂടൽ പിടിച്ചൊരു ക്ലൈമറ്റാണ്. വേണേൽ നമുക്കിതെടുത്ത് പോവാം, പക്ഷേ തൽക്കാലം ഇത് വേണ്ട. നമുക്ക് ട്രാം പാസ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ട്രാം പാസ് എൻ്റെ മൊബൈലിൽ ഉണ്ട്. അപ്പം നമുക്ക് 7 വീക്ക് പാസ്സായതുകൊണ്ട് നമുക്ക് മൺഡേ മുതൽ സൺഡേ വരെയുള്ള പാസ്സായി നമുക്കത് യൂസ് ചെയ്യാം. അത് വെച്ച് നമുക്ക് ബ്രഹ്മനിലെ ഏത് ഡയറക്ഷനിലേക്കും ട്രാം ഫ്രീ ആയിട്ട് ഏത് ഡയറക്ഷനിലേക്കും കയറി പോവാം. അപ്പം 7 days എന്ന് പറയുമ്പോൾ ഏകദേശമല്ല, കറക്റ്റ് 25 euros ആണ് വരുന്നത്. അതായത് ഏകദേശം 2500-600 rupees. അപ്പോൾ അത് ലാഭമാണ്. എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ഓരോ ദിവസം എടുക്കുകയാണെങ്കിൽ 6 euros വരും പോവാനും വരാനും. അപ്പം 6 euros എന്ന് പറയുമ്പം അതൊരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിൽ പോവുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഓരോ പ്രാവശ്യവും ഇങ്ങനെ ട്രാം പാസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയും വേണ്ട. അതുകൂടാതെ 7 PM വൈകിട്ട് 7 PM ശേഷം നമ്മളെ കൂടെ ഒരു അഡീഷണലി ഒരു അഡൾട്ടിനെയും 2 ചിൽഡ്രനെയും കൂട്ടാനും പറ്റും. വീക്കെൻഡിലാവുമ്പോൾ ഫുൾ ഡേയും അങ്ങനെ അഡീഷണലി ആൾക്കാരെ കൂട്ടാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ആ പാസ് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഗൂഗിൾ മാപ്പ് വച്ച് ആദ്യത്തെ ദിവസം ശനിയാഴ്ച നമ്മളിവിടെ ലാൻഡ് ചെയ്താലും ഞായറാഴ്ച നമ്മൾ അതൊക്കെ പോയി നോക്കിയതുകൊണ്ട് ഇപ്പം അറിയാം എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. ഇന്നലെ ഈ സമയത്ത് നല്ല സണ്ണി ആയിരുന്നു. ഇപ്പോൾ സണ്ണൊന്നുമില്ല. എനിക്ക് സിഗ്നൽ ക്രോസ് ചെയ്യണം. അതിന് ശേഷം ഗ്രീൻ കത്തിയിട്ടുണ്ട്, ക്രോസ് ചെയ്ത് കാണാം. സിഗ്നൽ ക്രോസ് ചെയ്തു ഞാൻ നേരെ നടക്കുകയായിരുന്നു. ഇവിടെ കുറച്ച് ഷോപ്സൊക്കെ കാണാൻ പറ്റും. അയ്യോ, നല്ല തണുപ്പുണ്ട്. അവിടെ ഒരു ട്രാം പോകുന്നുണ്ട്. പക്ഷേ 6 നമ്പറിലേക്കാണ്. അതായത് ഫ്ലുഗാഫൻ എന്ന് പറയുമ്പോൾ എയർപോർട്ട് ഡയറക്ഷനിലുള്ള ട്രാമിലാണ് ഞങ്ങൾക്ക് കയറേണ്ടത്. എയർപോർട്ടിൻ്റെ 2 സ്റ്റോപ്പ് മുമ്പായിട്ട് ഇറങ്ങിയാൽ നമുക്ക് എയർബസ് ഓഫീസിലെടുത്ത് എത്താം. അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങിയാലും നമുക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് വെച്ച് പോയാൽ എയർബസ് ഓഫീസിൽ ഒരു 400 meters നടന്നാൽ എത്താൻ പറ്റും. അപ്പോൾ പക്ഷേ 6th നമ്പർ ലൈൻ ഇവിടെ അടുത്തെവിടെയെങ്കിലും സ്റ്റോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരം നടന്നിട്ടാണ് ഇപ്പോൾ ഈ ട്രാമിൽ കയറാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ദൂരം എന്ന് പറയുമ്പോൾ ഒരു 500 meters to 600 meters അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നാട്ടിൽ ഈ എയർബസ് ടാഗ് ഇട്ട ആൾക്കാരെ കാണുന്നു. പ്രത്യേക അത്ഭുതത്തോടെ ആൾക്കാരെ നോക്കുകയും പിന്നെ ഞാൻ ഇന്ത്യൻ ഫീസും കൂടി ആയതുകൊണ്ടായിരിക്കും, അറിയില്ല, നോക്കാം.
ഈ സ്ട്രീറ്റ്സ് നിങ്ങൾ കാണാൻ നല്ല ഫ്രഷ് ആൻഡ് ക്ലീനാണ്. അതോടൊപ്പം ഇതാണെങ്കിൽ സിഗ്നൽസ് എല്ലാത്തിനും കൃത്യമായ സിഗ്നൽസ് ഉണ്ട്. സൈക്കിളിന് വേറൊരു പാതയുണ്ട്, ഈ പിങ്ക് കളർ സൈക്കിൾ പാതയും അതിൻ്റെ ഇപ്പുറത്ത് പെഡസ്ട്രിയൻസിന് വേറൊരു പാത, പിന്നെ വണ്ടികൾക്ക് വേറൊരു പാത, അങ്ങനെയാണ്. അതേപോലെ ഓരോ ലൈക്കിനും ചുറ്റുവട്ടത്തായിട്ട് ഇങ്ങനെ പാർക്ക് പോലെ ഉണ്ട്. അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. ഇപ്പം നമുക്കതിന് സമയമില്ല. ഞാൻ കുറച്ച് ലേറ്റ് ഒന്നുമില്ല, അങ്ങനെ കൃത്യസമയത്ത് വരാനൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് വരാൻ ഇഷ്ടം അതുപോലെ വന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഓഫീസിലെത്തണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ 9:30 കഴിഞ്ഞു. അപ്പം ട്രാമിലൊരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ നടക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കാലിറ്റിയാണിത്. അടയ്ക്ക് സിഗ്നലുണ്ട്. നമ്മൾ സിഗ്നൽ നോക്കി മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ഈ ട്രാം, അങ്ങ് അവിടെ ഒരു ട്രാം സ്റ്റേഷൻ ഉണ്ട്. കുറേ അധികം ട്രാംസ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേഷൻ. അവിടത്തേക്ക് പോകണമെന്നില്ല, നമുക്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും 6 നമ്പർ ലൈന് വരുന്ന ബസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ബസ് ഏകദേശം കാണുമ്പോൾ ട്രാം പോലെ തന്നെയാണ് ലുക്ക് വൈസ്. സിഗ്നൽ ഗ്രീനായി. നമുക്ക് പോകേണ്ട സമയമായി നോക്കട്ടെ. ഈ ഡയറക്ഷനിലാണ് നമുക്ക് പോകേണ്ടത്. ഇതുവഴി പോയാൽ അവിടെ കുറച്ച് ഡൗൺ ഷോപ്സൊക്കെ കാണാം. തുർക്കിഷ് ഷോപ്സാണ്. അപ്പോൾ നമുക്ക് ഏതാ 6 നമ്പർ യൂണിവേഴ്സിറ്റാറ്റ് എന്ന് പറയുന്നതും ഇതാണ് 6 നമ്പർ ട്രാം പോകുന്നത്. അതിന് നമുക്ക് യൂണിവേഴ്സിറ്റാറ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് നമുക്ക് ഫ്ലുഗാഫൻ എന്ന് പറയുമ്പോൾ എയർപോർട്ട്, ആ ഡയറക്ഷനിലാണ് നമുക്ക് ട്രാം കയറേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു ട്രാം സ്റ്റോപ്പ് വരുന്നുണ്ട് ഈ സ്ഥലത്തായിട്ട്. ആ സ്ഥലത്തുനിന്ന് നമ്മൾ ട്രാം കയറി അങ്ങോട്ടേക്ക് പോകും. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഇങ്ങനെ പോയി ഈ സൈഡിൽ നിന്ന് നമുക്ക് കയറണം. ഇവിടെ കുറച്ച് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ട്രാം സ്റ്റോപ്പ്. അപ്പോൾ അവിടെ നിന്നാൽ നമുക്ക് ഫ്ലുഗാഫൻ, അതായത് എയർപോർട്ട് ഡയറക്ഷനിലേക്കുള്ള ട്രാം കിട്ടും 6 നമ്പർ. അത് കയറി നമ്മൾ ഓഫീസിലേക്ക് പോകും. ഇങ്ങനെ ട്രാം കയറാം. അത് നമുക്ക് മിസ്സായി പോയി. അതിന് ശേഷം നമുക്ക് കയറാം. ഇവിടെ വീക്ക് ഡേയ്സിലാവുമ്പം ഓരോ 5-10 മിനിറ്റിനുള്ളിലും ട്രാംസ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, അടുത്തതിൽ കയറാം. അതിൽ വേണേലും നമുക്ക് ഓടിക്കയറാം, പക്ഷെ വേണ്ട, അടുത്തതിൽ കയറാം. അടുത്തത് അവിടെ ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത ട്രാം ഇവിടെ കാണാൻ പറ്റും. അടുത്ത ട്രാം 6 നമ്പർ ലൈനിൽ എഴുതിയിട്ടുണ്ട് ഫ്ലുഗാഫൻ. പിന്നെ ഒരു എയർക്രാഫ്റ്റിന് 4 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരാനുണ്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യും. ഇവിടെ ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും ഫ്ലുഗാഫൻ സോപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്താനായിരിക്കുന്നു വയ ഡോംഷെൽ വഴിയാണ് പോകുന്നത്. അത് ഏത് വഴി പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ സ്ഥലത്ത് എത്തിയാൽ മതി. അപ്പോൾ ഇപ്പോൾ എത്താനായിരിക്കുന്നുണ്ട്, നോക്കാം. രണ്ടൊന്ന് വരുന്നുണ്ട്, അത് തന്നെയാണ്, അതല്ല വേറെ ഏതോ ഒന്ന് വരാനിരിക്കുന്നുണ്ട്. എനിക്ക് കാണാം ഒരുപാട് ബാക്ക് ടു ബാക്ക് ആയിട്ട് ട്രാംസും ബസ്സസും ഒക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് വീക്ക് ഡേയ്സിലാകുമ്പോഴാണ്. വീക്കെൻഡ്സിലാകുമ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അധികം ആൾക്കാർ ഇവിടെ ബൈസൈക്കിൾസാണ് ഉപയോഗിക്കുന്നത്. മോട്ടോർ ബൈക്സ് കോമൺ അല്ല. അതേപോലെ കാറും കുറച്ച് കുറവാണ്. കാരണം ഈ ട്രാം പോകുന്ന അതേ റോഡിലൂടെയാണ് കാറും പോകേണ്ടത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അതായത് എൻ്റെ ഓഫീസിലുള്ള
പ്യുവർ ജർമ്മൻ ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ പ്രിഫർ ചെയ്യുന്നില്ല കാർ ഓടിക്കാൻ. ഈ കാണുന്നതാണ് നമുക്ക് കയറേണ്ട ട്രാം, ഫ്ലുഗാഫൻ. ഞാനിതിൽ കയറിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് അതിലിരുന്നാൽ നമുക്ക് ഇവിടെ എത്താം, എയർപോർട്ടിലെത്താം. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നടക്കാൻ തീരുമാനിച്ചു. കാരണം അതാകുമ്പോൾ കുറച്ചും കൂടി റോഡൊന്നും കടക്കാനില്ല. മറ്റേ റൂട്ടാകുമ്പം റോഡൊക്കെ കറക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലൂടെ പോകും. ഞാനിത് ഫുൾ ടൈം ഓണാക്കി വെക്കാം. ഇടയിൽ വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാർക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും ചോദിക്കുന്നു, സഹായത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുമ്പം ആൾക്കാർ ഒരു ഞെട്ടിത്തരിച്ച പോലെയുള്ള ഒരു ബിഹേവിയറാണ്. എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. ചിലപ്പോൾ ഈ നാട്ടിൽ അങ്ങനെ ആൾക്കാർ കോമണായി സംസാരിക്കാറില്ലായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സ്ട്രേഞ്ചേഴ്സായിട്ടൊന്നും ചോദിക്കാറൊന്നുമില്ലായിരിക്കാം. പക്ഷെ നമ്മൾ അതും കൂടാതെ ഇംഗ്ലീഷ് മനസ്സിലാവുന്നതും കുറച്ച് ഭയങ്കര കുറവാണ് ഇവർക്ക്. ഇവർ പൊതുവെ ജർമ്മൻ ഭാഷയിലും പിന്നെ കുറേ അധികം ഇങ്ങോട്ട് കുടിയേറി പാർന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അറബി സംസാരിക്കുന്ന തുർക്കിഷ് പീപ്പിൾ, അറബിക് പീപ്പിൾ, അവർക്കൊക്കെ അറബി സംസാരിക്കും. അവർ അസ്സലാമു അലൈക്കും പറയുമ്പോൾ നമ്മൾ വലൈക്കും അസ്സലാം പറയും. പിന്നെ ബാക്കി അവർ അറബിയിൽ പറയുമ്പോൾ നമ്മൊന്നും മനസ്സിലാവാത്ത എക്സ്പ്രഷൻ ഇടുമ്പോൾ അവരൊരു മാതിരി ഇതെന്താ ഇവർക്കൊന്നും മനസ്സിലാവാത്ത ആ രീതിയിലാണ്. അപ്പോൾ അവർക്കറിയില്ലല്ലോ നമുക്ക് സലാം അടക്കാൻ മാത്രമേ അറബിയിൽ അറിയില്ലെന്നില്ല കാര്യം. അപ്പോൾ അതുകൂടാതെ ഞാൻ സ്കാർഫ് ഇട്ടിട്ട് കാണുമ്പോൾ ആൾക്കാർ അസ്യൂം ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് അറബി അറിയാം, പക്ഷെ എനിക്ക് അറബി അറിയില്ലല്ലോ. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല. അവർ ജർമ്മനിൽ എന്തൊക്കെ പറയും. പിന്നെ ചില ആൾക്കാർ ഇംഗ്ലീഷ് പറയും, പക്ഷേ നമ്മളെ സ്ലാങ്ങും അവരുടെ സ്ലാങ്ങും വ്യത്യാസമായതുകൊണ്ട്, ആക്സെൻറ്റ് വ്യത്യാസമായതുകൊണ്ട് നമുക്കും മനസ്സിലാവില്ല, അവർക്കും മനസ്സിലാവില്ല. ലാസ്റ്റ് നമ്മൾ ആംഗ്യ ഭാഷയൊക്കെ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെ ഗൂഗിൾ മാപ്സൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല. നമുക്ക് ഗൂഗിൾ മാപ്സിൽ ഒരു ലൊക്കേഷൻ ഇട്ടിട്ട് നമുക്ക് നടന്ന് പോയാൽ തന്നെ മതി. ഇപ്പോൾ എയർബസ് ഓഫീസിൽ ഞാനിവിടെ വന്ന ദിവസം വന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം എയർബസ് ഓഫീസിലേക്ക് പോയത് അങ്ങനെയാണ്. എങ്ങനെ വെച്ചാൽ ഗൂഗിൾ മാപ്പിലിട്ട് ലൊക്കേഷൻ, എന്നിട്ട് ഒരേ നടന്ന് ഇങ്ങനെയാണ് എത്തിയത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കാണുന്നതാണ് ഫേമസ് കത്തീഡ്രൽ. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. രാത്രിയിൽ ഞാനൊരു വ്ളോഗ് ചെയ്യാൻ കാണിക്കാം. പിന്നെ ഇതിപ്പോൾ സൈഡിലൊക്കെ ഉണ്ട്, പുഴയോ കനാലോ ലേക്കോ എന്തൊക്കെയോ ഉണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൻ്റെ സ്റ്റോപ്പിലെത്താം. സ്റ്റോറേജ് ഫുള്ളാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ലൊക്കാലിറ്റിയാണ് അവിടെ. ഇത് ഇവിടെ മറ്റേ സൂര്യ വെളിച്ചമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. പക്ഷേ ഇതിപ്പം ഒരു മൂടൽ പിടിച്ച ഒരു മഞ്ഞ് പിടിച്ച രീതിയിലൊരു കാലാവസ്ഥയായിട്ട് ഫോഗി ആയിട്ട് ഒരു കാലാവസ്ഥയായിട്ടുള്ളത് നോക്കാം. അത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു മെട്രോ സ്റ്റൈലായൊരു സംഭവമാണിത്. പക്ഷേ ഇത് അല്പം സ്പീഡ് കുറവാണ്. അതോടൊപ്പം ഇത് റോഡിലൂടെയാണ് പോകുന്നത്. ഈ ഒരു വ്യത്യാസമാണ്. അതായത് കാറുകളും വണ്ടികളൊക്കെ പോകുന്ന റോഡിലൂടെയാണ് ട്രാം പോകുന്നത്. അങ്ങനെയുള്ളൊരു വ്യത്യാസമാണുള്ളത്. Gastfeldstraße. Achtung, Ausstieg auf der Fahrbahn. വീടുകളായിട്ടാണോ ഉറപ്പില്ല. അതൊക്കെ ഒരു ഷോപ്പായിട്ടാണ്. കുറേ വേസ്റ്റ് ഇങ്ങനെ പുറത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവരെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്നത് കാത്തു നിൽക്കുന്നതായിരിക്കും. ആൾക്കാർ ഇവിടെയൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. കുറേ ട്രാംസ് നിർത്തിയിട്ടത്
നടന്നാലും ഒന്നൊക്കെ നമുക്കിവിടെ ഇറങ്ങാം, എന്നിട്ട് നടക്കാം എയർപോർട്ട് ഓഫീസിലേക്ക്. എയർപോർട്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ബിൽഡിംഗ് ഉള്ളൊരു വലിയ ക്യാമ്പസാണ്. ഒരുപാട് 65A, 65B, 63, 61 അങ്ങനെ കുറേ നമ്പേഴ്സൊക്കെ കൊടുത്ത് കുറേ ബിൽഡിങ്സ് ഉള്ള ഒരു വലിയ ക്യാമ്പസാണ് എയർബസ്. അത് എയർപോർട്ടിൻ്റെ ഏതൊരു സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനൊരുപാട് എൻട്രീസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി ഒരു എൻട്രി വഴി കയറാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ ഇറങ്ങി ആ ഭാഗത്ത് വരുന്ന എൻട്രി വഴി കയറാം. അപ്പോൾ ഞാൻ ഇപ്പം പോകേണ്ട ബിൽഡിങ് ജസ്റ്റ് ക്യാപ്പബിലിറ്റീസിൻ്റെ ബിൽഡിങ് വരുന്നത് 65A ആണ്. അത് കുറേ ക്ലോസ് ആയിട്ടിരിക്കുന്നത് മറ്റേ എയർപോർട്ടിൻ്റെ ഇടയ്ക്കുള്ള സൈഡിൽ നിന്ന് പോയാലാണ് കുറേ കൂടി ക്ലോസ് ആയിരിക്കുന്നത്. ഈ സൈഡിൽ പിന്നെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ അനുവാദമില്ല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കോൺഫിഡൻഷ്യലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് പുറത്തുനിന്ന് ടാഗ് കാണിച്ച ഉള്ളിലേക്ക് കടക്കുന്നത് വരെയുള്ള വ്ളോഗ്സ് എടുക്കാനാണ് പ്ലാന്. നോക്കാം, എനിക്ക് ആരെങ്കിലും ചോദിക്കേണ്ടി വരും അതെടുക്കാൻ അനുവാദമുണ്ടോ, അതിന് പ്രത്യേകിച്ച് പെർമിഷൻ്റെ ആവശ്യമുണ്ടോ, അത് ആരെങ്കിലും ചോദിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ചോദിക്കാൻ എനിക്ക് എന്തോ ഒരു മടി. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ അലൗഡാണോ അതൊക്കെ ഞാൻ ചെയ്യാമെന്നുള്ളൊരു പ്ലാനാണ്. ലാസ്റ്റ് ഇനിയൊരു എയർപോർട്ട് ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സ്ഥലത്തേക്ക് നമ്മൾ ഇതൊക്കെ വളഞ്ഞ് പോകും. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങും. അതിന് ശേഷം നമ്മൾ നടക്കും. ഓക്കെ, ഫൈനൽ സ്റ്റോപ്പ് ഇതാന്ന് തോന്നുന്നു. ഫൈനൽ സ്റ്റോപ്പ്, യെസ്, ഇതാണ് ഫൈനൽ സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ നടക്കും. ഒരു വലിയ ഓർമ്മ കിട്ടുന്നില്ല ഏത് സൈഡിലേക്ക് നടക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മറ്റേ ഗൂഗിൾ മാപ്പിൽ എയർബസ് കൊടുക്കും. എന്നിട്ട് ഏറ്റവും ഇവിടെയാണ് ഞാൻ ടിക്കറ്റ് 7 വീക്ക് പാസ് എടുത്ത മെഷീനൊക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നോക്കണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെയിറ്റ്, ഇതാണ് എയർപോർട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇടും, എന്നിട്ട് നടക്കും. ആ ലൊക്കേഷൻ വഴിയാണ് പോകേണ്ടത്. നമ്മൾ 2 സൈഡും നോക്കും, എന്നിട്ട് ഇങ്ങോട്ടേക്ക് കടക്കും. അതിന് ശേഷം ഈ ഫൗണ്ടെയിനുള്ള ഭാഗത്തേക്ക് പോകും. ആ കാണുന്ന ബിൽഡിങ് അത് എയറോസ്പേസ് സ്ട്രക്ചേഴ്സൊക്കെ വരുന്ന എന്തോ ബിൽഡിങ്ങാണ്. ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. അപ്പോൾ ഇതുവഴി നമ്മൾ നടന്ന് പോകും. ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമില്ല. ഈ സ്ഥലം കിട്ടിയാൽ ബാക്കി എങ്ങനെ പോകേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇതുവഴി നടക്കും. നടന്ന് നമ്മൾ ഓഫീസിലേക്ക് എത്തും. വീഡിയോ നല്ല തണുപ്പുണ്ട്.